ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി, അസൂയാലുക്കൾ, അവരുടെ എനർജി, അതിനെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പോസിറ്റീവ് കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പ്രോഗ്രസ് എന്നുള്ള എനർജിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുകയാണ്. നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം. എനർജീസിനെ നമുക്ക് മാറ്റി നിർത്തണം. നമ്മളിലേക്ക് പോസിറ്റീവ് വരുമ്പോൾ അവിടെ തടസ്സമായിട്ട് ഒരു നെഗറ്റീവ് വ്യക്തി എനർജി ഉണ്ടാവാൻ പാടില്ല. ആ കാര്യത്തെക്കുറിച്ച് നോക്കുകയാണ്. പോസിറ്റീവായിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി പേര് റീഡിംഗ് കാണുന്നതാണ്. നയൻ ഓഫ് കപ്സ് നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജിയാണ്. നയൻ ഓഫ് കപ്സ് ഇവിടെ സ്ട്രോങ് എന്നുള്ള എനർജി നിങ്ങളിലേക്ക് റിവേഴ്സാണ് കാണിക്കുന്നത്. അത് മാറ്റിവെക്കുകയാണ്. എന്താണ് അവിടെ തടസ്സം എന്ന് നോക്കുന്നേ? ടവർ നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജിയാണ്. ടെമ്പറൻസ് നിങ്ങളിലേക്കുള്ള നെഗറ്റീവ് എനർജിയാണ്. ജഡ്ജ്മെന്റ് പോസിറ്റീവ് എനർജിയാണ്. ഫോർ ഓഫ് പെന്റക്കിൾ നെഗറ്റീവ് എനർജിയാണ്. ഫോർ ഓഫ് വാണ്ട്സ് പോസിറ്റീവ് എനർജിയാണ്. ക്യൂൻ ഓഫ് വാണ്ട്സ് പോസിറ്റീവ് എനർജിയാണ്. ഫൂൾ പോസിറ്റീവ് എനർജിയാണ്. സിക്സ് ഓഫ് പെന്റക്കിൾ നെഗറ്റീവ് എനർജിയാണ്. കാർഡ് കൂടി നോക്കാം. ഹിറോഫിന്റ് നെഗറ്റീവ് എനർജിയാണ്. ഇവിടെ നയൻ ഓഫ് കപ്സിന്റെ എനർജി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന പ്രോഗ്രസിനെ കാണിക്കുകയാണ്. കപ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു, നിങ്ങളിലേക്ക് അബഡൻസ് കൊണ്ടുവരുന്നു, നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യത്തിലേക്ക് യൂണിവേഴ്സ് അബഡൻസ് ആണ് തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, എല്ലാവരുടെയും പ്രാർത്ഥനയും ഒന്നല്ല, എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന 9 കാര്യങ്ങൾ, ഡിസയേഴ്സ്, അതിലേക്ക് യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും അത് സംഭവിക്കുന്നില്ല എന്ന്, എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറുകയാണ്. മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുകയാണ്. യൂണിവേഴ്സിലാണോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്, യൂണിവേഴ്സിലാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് അബണ്ടൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജിയാണ്. ടവർ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സക്സസിനെ കാണിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിൽ തടസ്സമായിരുന്നു മുൻപൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു തടസ്സം ഉണ്ടായിരുന്നു, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ആയിട്ടുള്ള തടസ്സം, ബ്ലോക്ക്, ഇതൊക്കെ മാറുകയാണ്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അവിടെ ആ ഒരു ബ്ലോക്ക് മാറുകയാണ്. ഇവിടെ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരുന്നത്, പ്രോഗ്രസ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. ഇവിടെ വിശ്വാസം ഇല്ലെങ്കിൽ സാധിക്കില്ല. എന്നിലേക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം എന്താണോ, അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് സാധ്യമാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അവിടെയാണ് നിങ്ങളിലേക്ക് ചേഞ്ച് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരുന്നത്. നമ്മളുടെ ചിന്തകളാണ്, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളിലേക്ക് അബഡൻസ് കൊണ്ടുവരുന്നത് എന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ ജഡ്ജ്മെന്റ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നീതിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. സെൽഫ് റിയലൈസേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്.
അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന നീതി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ആണ്. സ്പിരിച്വൽ അവേക്കനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളിലെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ അബഡൻസിലേക്ക് എത്തിക്കുന്നത്. സോൾ ഷൈൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആണ് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആക്കി യൂണിവേഴ്സ് തരുന്നു. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കുള്ള നന്മ, നിങ്ങളുടെ ഓറ അവിടെ പോസിറ്റീവായി മാറണം, അല്ലെ? അങ്ങനെയെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആഗ്രഹിച്ച സക്സസിലേക്ക്, സെലിബ്രേഷനിലേക്ക് എത്താം. ഇവിടെ സക്സസ് സെലിബ്രേഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. 4 വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യത്തില് ആക്ഷനെയാണ് വാൺസ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യത്തില് സക്സസ് എന്നാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആവാണ്. ഒത്തിരി പേർക്ക് ഇവിടെ കമ്മിറ്റ്മെന്റ്, മാരേജ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം, സന്തോഷിക്കുന്ന നേട്ടം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. അത്രയേറെ സന്തോഷിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച നേട്ടം വരുമ്പോഴാണ് ഇവിടെ 4 വാൺസ് വരിക. ഇത് നിങ്ങളിലേക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. വിശ്വസിക്കുക, യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ തന്നെയാണ് ഇവിടെ നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നത്. ആ ഒരു പ്രോഗ്രസ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഹോപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നിലായിട്ട് ഒത്തിരി പേരുണ്ട്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി മാറുന്നുണ്ട്, മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി, ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒത്തിരി പേർക്ക് നിങ്ങൾ ഒരു ഇൻസ്പയർ പേഴ്സൺ ആയിട്ട് മാറുകയാണ്. നിങ്ങൾ സത്യത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി അത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഒരു പ്രവൃത്തിയിൽ സക്സസ് അല്ലാതെ പിന്നെ യൂണിവേഴ്സ് എന്താ തരിക? അപ്പോ ഇത്രയും പ്രോഗ്രസ്സോടെ നിങ്ങളിലേക്ക് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നത്. അതിലേക്ക് വരാം. ഒരു കാർഡും കൂടി ഉണ്ട്. എല്ലാവരുടെ മുന്നിലും തോറ്റുപോയി എന്ന് കരുതിയ നിമിഷമാണ് നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, എന്റേന്നാവില്ല, വേറെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ഒരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഞാൻ വെറും റീഡർ മാത്രമാണ്. ഇവിടെ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്ന പ്രചോദനം നിങ്ങളിലേക്ക് റിസ്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ തുടക്കം എന്ന് പറയുന്നത് ഒരു ഫ്രീഡത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നിങ്ങളിലേക്ക് ഇവിടെ തുടക്കമായിട്ട്, ന്യൂ ബിഗിനിങ് ആയിട്ട് കാണിക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ പ്രവൃത്തി ഹീലറായി മാറിക്കഴിഞ്ഞ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു അസൂയാണ് തോന്നുന്നത്. ആ കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാം. സ്ട്രെങ്ത് റിവേഴ്സാ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ സ്ട്രെങ്ത് റിവേഴ്സ് വന്നു? ഇവിടെ നിങ്ങൾ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്. ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്ത ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് പ്രവർത്തിക്കുന്നത്, മറ്റുള്ള വ്യക്തികളുടെ എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പ്രോഗ്രസ് കാണിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയും ചിന്തയുമാണ് ഇവിടെ നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഒരു ബ്ലോക്ക് എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ തടസ്സമായി തോന്നുന്നു. ഞാൻ ചിന്തിച്ചത്, ഞാൻ പ്രവർത്തിച്ചത് ശരിയാണോ? എനിക്ക് സാധിക്കുമോ? എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരുമോ? എനിക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവോ? എൻ്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവോ? ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ സംശയമായിട്ട് മാറുകയാണ്. ഇതൊക്കെ ഒരു നെഗറ്റീവ് ചിന്തകളാണ്, നെഗറ്റീവ് എനർജി ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സ്ട്രെങ്ത് നഷ്ടപ്പെടാൻ പറയില്ലേ, നമ്മൾ വീണ്ടെടുത്ത ആ ഊർജം നഷ്ടപ്പെടാനായിട്ട് മറ്റുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതിനെ തരണം ചെയ്യാനായിട്ട് സെൽഫ് കൺട്രോൾ ചെയ്യുക എന്നാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ, വ്യക്തികളെ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരും. ഒരു കൈയെങ്കിലും നിർത്താൻ ശ്രമിക്കുക. ആദ്യത്തെ കാർഡിന്റെ അർത്ഥമാണ്.
ടെമ്പറൻസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലാഷിംഗ് ഇൻട്രസ്റ്റ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഓയിലും വാട്ടറും പോലെയാണ്, അല്ലെങ്കിൽ ചേരായിക വരുന്നു. നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അവിടെ പൂർത്തീകരിക്കാനായിട്ട് താമസം എടുക്കുന്നു, കാലതാമസം എടുക്കാണ്. ഡിസ്ഹാർമണി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ക്ഷമയില്ലായ്മയും കാണിക്കുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയില് ക്ഷമയില്ലായ്മ കാരണം നിങ്ങൾ ഷോർട്ട് കട്ട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് നെഗറ്റീവ് വ്യക്തികളുടെ പ്രവൃത്തിയാണ്, നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. യൂണിവേഴ്സ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, വ്യക്തികളല്ല എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വരണം എന്ന് യൂണിവേഴ്സോട് പറയാണ്. അപ്പൊ നെഗറ്റീവ് വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നിങ്ങളോട് ചിരിച്ചു കാണിക്കുന്ന, പുറകിൽ നിന്ന് കുത്തുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു ലാക്ക് മെന്റാലിറ്റി. ഇവിടെ നിങ്ങളിലേക്ക് തടസ്സമാണ്, ചിന്തകൾക്കാണ് തടസ്സം വന്നിട്ടുള്ളത്. ഒരുപാട് പൈസയുടെ ആവശ്യം അത് പെട്ടെന്നാണ് നിങ്ങൾക്ക് വരുന്നത്. ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയും പൈസ ഉണ്ടാക്കണം, എന്റെ കാര്യങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരണം എന്നാണ്. അവിടെയാണ് നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവിടെയാണ് നെഗറ്റീവ് വ്യക്തികൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതും ഈ വ്യക്തികളുടെ എനർജി ആവാം. അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയാണ്. ഇവിടെ ചാരിറ്റി ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ. യൂണിവേഴ്സ് ആർക്കും പൈസ കൊടുക്കാൻ പറയില്ല. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക, ചാരിറ്റി ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും വിധം. ഇപ്പൊ ഒരു അസുഖം വന്ന വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ അവർക്ക് മെഡിസിനുള്ള പൈസയോ എന്താ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അവിടെ ഒരു പോസിറ്റീവ് എനർജി ആക്കി മാറ്റും. നിങ്ങളുടെ പ്രവൃത്തിയാണ് ഫലം നൽകുന്നത്. മാസത്തിലോ ആഴ്ചയിലോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം 1-2 വ്യക്തികൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അത് നിങ്ങളിലെ അബണ്ടൻസിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയെ നിങ്ങൾ ഇന്ന് മാറ്റുവാനായിട്ട് സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു വഴിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന അബണ്ടൻസിനെ കാണിക്കുകയാണ്. സ്ട്രെയിറ്റ് ആണ് കാർഡെങ്കിൽ നിങ്ങളിലേക്ക് മറ്റുള്ള സോഴ്സസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മൂലം നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാതിരിക്കില്ല എന്നാ പറയുന്നേ. നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം 6 ദിവസത്തിനുള്ളിൽ സാധിക്കുമെന്നാണ്. പെനക്കിൾസ് ആണ്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാനായിട്ട് വരുമ്പോൾ ആ ഹെൽപ്പിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാ പറയുന്നേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാവാം. നിങ്ങൾക്ക് ആ ഒരു സഹായം, ഹെൽപ്പ് അത്യാവശ്യമാണെങ്കിൽ സ്വീകരിക്കാം, നിങ്ങളുടെയാണ് ചോയ്സ്. ഹീറോവിന്റെ റിവേഴ്സ് പറയുന്നത് ഈഗോ ബേസ്ഡ് ലീഡർഷിപ്പ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു വ്യക്തിയുടെ എനർജിയോടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട് വ്യക്തിയുടെ പ്രവൃത്തി, ഇതും ഒരു നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നേടി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ചില വ്യക്തികളുടെ കുശുമ്പ് നിറഞ്ഞ, അസൂയ നിറഞ്ഞ പ്രവൃത്തി നമ്മൾക്ക് മനസ്സിനൊരു ബ്ലോക്ക് എനർജി കൊണ്ടുവരാണ്. പിന്നെ അന്നത്തെ ദിവസം പോയി. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് ദേഷ്യം വേണ്ട, വൈരാഗ്യം വേണ്ട, നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ആക്കി മാറ്റിയാൽ മാത്രം മതി. അതിനാണ് നിംസ് പേഴ്സണൽ റീഡിംഗ് കിടക്കുമ്പോൾ കുറെ പ്രേയേഴ്സ് പറഞ്ഞു തരുന്നേ, എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, യൂണിവേഴ്സൽ സറണ്ടർ ആവുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് വരും, ഉറപ്പാണ്. ഇന്ന് വോയിസ് നല്ല ക്രാക്കിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ ഓറക്കൽ ഡെക്കും ടൈം കാർഡൊന്നും എടുക്കണില്ല, റീഡിങ് നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല കഴിഞ്ഞാൽ വിട്ടുകളയാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളെ സ്വന്തം നിംസ്.